ഹായ് എവരിവൺ. എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെ നിങ്ങളുടെ സബ്ജക്റ്റ് കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ നിഷ് ഏതാണ്, എങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും? നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. ഹെൽത്ത് സ്പേസ് ഉണ്ട്, അതുപോലെ പേഴ്സണൽ ഗ്രോത്ത്, കരിയർ ഗ്രോത്ത്, ബിസിനസ് ഗ്രോത്ത്, അതുപോലെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, റിലേഷൻഷിപ്സ്, വൈഡ് വെറൈറ്റീസ് ഓഫ് ഏരിയാസ് ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു നിഷ് പിക്ക് ചെയ്യുക. ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലയൻസ് ആരൊക്കെയാണ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഒരു പ്രോബ്ലത്തെ കണ്ടെത്തുക, അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക. ആദ്യം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക. അതിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടെക്നിക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഓൺ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടൊരു കോഴ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഇതാണ്. രണ്ടാമത്തെ കാര്യം, ഡിജിറ്റൽ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സോഫ്റ്റ്വെയർസ് വേണം, അതുപോലെ ഹാർഡ്വെയർസ് വേണം. ലോഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് ക്ലാസ്. വാട്സപ്പ് ക്ലാസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പലതരത്തിലുള്ള കോഴ്സ് നിങ്ങൾക്ക് അതിലൂടെ എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളെ വെച്ച് നിങ്ങൾക്ക് വളരെ സാവധാനം ഒരു ക്ലാസ് തുടങ്ങുക. അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഈവൻ ട്യൂഷൻ ആയിക്കോട്ടെ, കുട്ടികൾക്കുള്ള ട്യൂഷനോ, അതുപോലെ ഏത് ഏരിയ, നിങ്ങളുടെ ഇഷ്ടമുള്ള ഏരിയ നിങ്ങൾ എടുത്ത് തുടങ്ങുക. എടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ക്ലയൻസിന് എത്രമാത്രം നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കും, എത്രമാത്രം അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ആ ഒരു ക്ലാസ് എടുക്കുമ്പോൾ. കാരണം അവരുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവർ മറുപടി വരും, ഈ ക്ലാസ് എത്രമാത്രം ഉണ്ട്, അവർക്ക് അവരുടെ നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ വാട്സപ്പ് ക്ലാസ്സിലൂടെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഞാനങ്ങനെയാണ് എൻ്റെ ഓൺലൈൻ ജേണി സ്റ്റാർട്ട് ചെയ്ത് വാട്സപ്പ് ക്ലാസ് എടുത്തു. വൈഡ് വെറൈറ്റീസ് ഓഫ് ഏരിയാസ് ഞാൻ ആദ്യം എടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ലൈവ് കോച്ചിങ് ഫോർമാറ്റിലേക്ക് വന്നു. ലൈവ് കോച്ചിങ് താല്പര്യമുള്ള ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്ത ഏരിയയിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തു. ലൈവ് കോച്ചിങ് ഫോർമാറ്റ്. അതിനുശേഷം കൺസൾട്ടിങ്ങിലേക്ക് വന്നു. അപ്പോൾ ഈ കൺസൾട്ടിങ്ങിലേക്ക് വന്നപ്പോൾ വ്യക്തികളെ വൺ ഓൺ വൺ കൺസൾട്ടിങ് ആണല്ലോ, എല്ലാം ഓൺലൈനാണ്. 1-to-1 കൺസൾട്ടിങ് ആകുമ്പോൾ എന്താണ് ആ വ്യക്തിയുടെ പ്രോബ്ലം എന്ന് കൃത്യമായിട്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് അതിനനുസരിച്ച് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ സബ്ജക്റ്റ് ഏതാണ് എന്ന് എനിക്ക് വ്യക്തമായി. എത്രമാത്രം റിസൾട്ട് കൊടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് ക്ലാരിറ്റി കിട്ടി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഓൺലൈനിൽ ബിൽഡ് ചെയ്യാം. എങ്ങനെയാണ് പേഴ്സണൽ ബ്രാൻഡ് ഓൺലൈൻ ബിൽഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, നിങ്ങളുടെ ഫേസ്ബുക്ക് ID. നിലവിൽ നമുക്കറിയാം പലതരത്തിലുള്ള ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയും കാണുന്ന സെൽഫി ഫോട്ടോസും എല്ലാം എടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അല്ലെ നമ്മളുടെ യാത്രാ വേളകളിലും അല്ലെ വീട്ടിൽ നടക്കുന്ന ഏതൊരു ഫംഗ്ഷനും ലൈവ് ഉൾപ്പെടെയുള്ള ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പല ആളുകളുടെയും പേജുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിലവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്താണോ, ഈ ഓൺലൈൻ സ്പേസിൽ നിങ്ങൾ എന്താണോ ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിങ്ങൾ പിക്ചർ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് അനുസൃതമായിട്ട് ആനുപാതികമായിട്ട് നിങ്ങളൊരു ഫോട്ടോഷൂട്ട് ചെയ്ത് നിങ്ങളെ തന്നെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യുക. ആളുകളിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. കാരണം അവരെ സർവീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. സോ അതിനുശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ നിശ്ചയമായിട്ട് ബന്ധപ്പെട്ട, നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട, നിങ്ങളുടെ ഓഡിയൻസിന് എന്താണോ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം. കാരണം പോഡ്കാസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം വരാൻ പോകുന്ന കാലഘട്ടം വോയിസ് സെർച്ചിൻ്റെ ഒരു
കാലഘട്ടമാണ് വരാൻ പോകുന്നത്. വോയിസ് അനുസരിച്ച് ഐഡൻറ്റിഫൈ ആയിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് സ്റ്റഡീസൊക്കെ, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഡിജിറ്റൽ സ്പേസിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സോ പോഡ്കാസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോഡ്കാസ്റ്റ് ഒരു $multi-billion ഇൻഡസ്ട്രിയാണ്. സോ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ബ്ലോഗുകൾ എഴുതി തുടങ്ങാം. നിങ്ങളുടെ ഏരിയയായിട്ട് ബന്ധപ്പെട്ട ബ്ലോഗുകൾ നിങ്ങൾ എഴുതി തുടങ്ങണം. ഈ പോഡ്കാസ്റ്റിലൂടെയും ബ്ലോഗിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഉപാധിയും കൂടാണ്. കാരണം നിങ്ങൾക്ക് അതുവഴി ഇത്രയും പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനുശേഷം നിങ്ങളുടെ അൾട്ടിമേറ്റ് കോച്ചിങ് സിസ്റ്റമായിട്ടുള്ള ഡിജിറ്റൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്? നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ വീഡിയോ ബേസ്ഡ് നോളജ് ഒരു LMS പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടെ, LMS മീൻസ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഈ LMS പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ക്ലയൻസിലേക്ക്, നിങ്ങളുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന രീതിയാണ്. അങ്ങനെയാണ് നമ്മളൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ കോഴ്സ് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു LMS ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഒരുപാട് ഏരിയാസ് ഉണ്ട്. ടീച്ചബിൾ, പോഡിയ, ധാരാളം ഏരിയ ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ടീച്ചബിളാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അതാണ് ഞാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടീച്ചബിൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻസിന് ആ LMS വഴി പഠിക്കാനായിട്ട് സാധിക്കും. അതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ LMS പ്ലാറ്റ്ഫോമിന്. കാരണം നമുക്കറിയാം, നമ്മൾ ഓഫ്ലൈൻ വേൾഡിൽ ട്രെയിനിങ് സെക്ടറിലാണെങ്കിൽ, അക്കാഡമിക്കൽ സ്കൂളുകളിലോ കോളേജുകളിലോ പഠിക്കുന്ന കാര്യമാണെങ്കിൽ പോലും എത്രമാത്രം സ്റ്റുഡൻസ് ഇത് മനസ്സിലാക്കുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഒരു LMS ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, എത്രമാത്രം നിങ്ങളുടെ സ്റ്റുഡൻസ് ഇത് അക്വയർ ചെയ്യുന്നു, എത്രമാത്രം അവർ ഈ വീഡിയോ കാണുന്നു എന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് യുഡമി പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് പഠിക്കുന്നത്. യുഡമി, കോഴ്സറ, അതുപോലെ ബൈജൂസ് ആപ്പ്, ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ബേസ്ഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള റീസൺ അതാണ്. ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻറ്റയർ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ട്രീംസിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്? വാട്സപ്പ് ക്ലാസ്, ലൈവ് കോച്ചിങ്, അതുപോലെ കൺസൾട്ടിങ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർസ്, സോഫ്റ്റ്വെയർസ്, ഒരുപാട് നൂറുകണക്കിന് സോഫ്റ്റ്വെയർസ് ആവശ്യം വരും. കാരണം ഒരുപാട് ടൂൾസ് ഈ ഒരു മേഖലയിൽ ആവശ്യമുണ്ട്. ഇതിനെല്ലാം നിങ്ങൾക്ക് അഫിലിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ അഫിലിയേറ്റ് ലിങ്കിലൂടെ ധാരാളം ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അൺലിമിറ്റഡ് ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ഒരു ഇക്കോ സിസ്റ്റം മോഡലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ഹബ്, അതുപോലെ consulting.com, അതുപോലെ 4%, സ്മാർട്ട് പാസീവ് ഇൻകം, ഇതുപോലെയുള്ള സൈറ്റുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് സ്റ്റുഡൻസ് ഇതിലൂടെ പഠിക്കുകയും അവർ ആക്ഷൻ ടേക്കേഴ്സായി മാറുകയും അവരവരുടെ ഓൺ ബിസിനസ് ബിൽഡ് ചെയ്യാനും അതുപോലെ കോടിക്കണക്കിന് രൂപ അവർക്ക് സമ്പാദിക്കാനായിട്ടും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ കോഴ്സ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ ധാരാളം ആളുകൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സർവീസ് അവർക്ക് കിട്ടുകയും അതോടൊപ്പം നല്ലൊരു സന്തോഷകരമായൊരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. ആളുകൾ ചിന്തിക്കുന്നത് എത്രമാത്രം നോളജ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതൊരു ഫാക്ടറല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ ആദ്യമേ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ, കാരണം എനിക്ക് വലിയ നോളജ് ഉള്ള വ്യക്തിയല്ല, അപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്കിത് പറ്റുമോ. കാരണം ധാരാളം വായനാശീലവും അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ട്രെയിനിങ് എന്നുള്ള ചിന്താഗതി തന്നെ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ എന്നുള്ളൊരു ഘടകമായിരുന്നു മനസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് എൻ്റയർലി അതൊരു ഓൾഡ് സ്കൂളാണ് എന്ന് പിന്നീടാണ് മനസ്സിലായത്. അതൊരു ഓൾഡ് വേർഷനാണ്. ന്യൂ വേർഷൻ എന്ന് പറയുമ്പോൾ
എക്സ്പെർട്ടൈസിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഏത് ഏരിയ വേണമെങ്കിലും എടുക്കാം. അതിൽ ഈവൻ കരോട്ടെ അല്ലെങ്കിൽ മ്യൂസിക് ക്ലാസ്സസ് അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സസ്, എനി സബ്ജക്റ്റ്, ഏത് ഏരിയ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിജിറ്റൽ കോച്ചിങ്ങിൽ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത്തരത്തിലൊരു മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ധാരാളം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് സർവീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു പാസീവ് ഇൻകം, അൺലിമിറ്റഡ് പാസീവ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും ഞാൻ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.